യെശയ്യാവ് 5:16-30 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ സൈന്യങ്ങളുടെ യഹോവ ന്യായവിധിയിൽ ഉന്നതനായിരിക്കുകയും പരിശുദ്ധ ദൈവം നീതിയിൽ തന്നെത്താൻ പരിശുദ്ധനായി കാണിക്കുകയും ചെയ്യും. അപ്പോൾ കുഞ്ഞാടുകൾ മേച്ചിൽപ്പുറത്തെന്ന പോലെ മേയും, പുഷ്ടിയുള്ളവരുടെ ശൂന്യപ്രദേശങ്ങളെ സഞ്ചാരികൾ അനുഭവിക്കും. വ്യാജപാശം കൊണ്ട് അകൃത്യത്തെയും വണ്ടിക്കയറുകൊണ്ടെന്ന പോലെ പാപത്തെയും വലിക്കുകയും അവൻ ബന്ധപ്പെട്ട് തൻ്റെ പ്രവൃത്തിയെ വേഗത്തിൽ നിവർത്തിക്കട്ടെ. കാണാമല്ലോ, ഇസ്രയേലിൻ പരിശുദ്ധൻ്റെ ആലോചന അടുത്തു വരട്ടെ, നമുക്കറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്ന് പേര് പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടും ആക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പും ആക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. വീഞ്ഞു കുടിക്കുവാൻ വീരന്മാരും മദ്യം കലർത്തുവാൻ ശൂരന്മാരും ആയുള്ളവർക്കും സമ്മാന നിമിത്തം ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാൻ്റെ നീതിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം. അതുകൊണ്ട് തീനാവ് താളടയെ തിന്നുകളയുകയും വൈക്കോൽ ജ്വാലയാൽ ദഹിച്ചു പോവുകയും ചെയ്യുന്നത് പോലെ അവരുടെ വേര് കെട്ടുപോകും. അവരുടെ പുഷ്പം പൊടി പോലെ പറന്നു പോകും. അവർ സൈന്യങ്ങളുടെ യഹോവയുടെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ചു. ഇസ്രയേലിൻ പരിശുദ്ധൻ്റെ വചനത്തെ നിന്ദിച്ച് കളഞ്ഞിരിക്കുന്നു. അത് നിമിത്തം യഹോവയുടെ കോപം തൻ്റെ ജനത്തിന് നേരെ ജ്വലിക്കും. അവൻ അവരുടെ നേരെ കൈ നീട്ടി അവരെ ദണ്ഡിപ്പിക്കും. അപ്പോൾ മലകൾ വിറയ്ക്കുകയും അവരുടെ ശവങ്ങൾ വീഥികളുടെ നടുവിൽ ചവറുപോലെ ആയിത്തീരുകയും ചെയ്യും. ഇതെല്ലാം കൊണ്ട് അവൻ്റെ കോപം അടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. അവൻ ദൂരത്തുള്ള ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഭൂമിയുടെ അറ്റത്തു നിന്ന് അവരെ ചുളകുത്തി വിളിക്കും. അവർ ബന്ധപ്പെട്ട് വേഗത്തിൽ വരും. അവരിൽ ഒരുത്തനും ക്ഷീണിക്കുകയോ ഇടറുകയോ ചെയ്യുകയില്ല. ഒരുത്തനും ഉറക്കം തൂങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. അവരുടെ അരക്കച്ച അഴിയുകയുമില്ല, ചെരുപ്പുവാറ പൊട്ടുകയുമില്ല. അവരുടെ അമ്പ് കൂർത്തും വില്ലെല്ലാം കുലച്ചുമിരിക്കുന്നു. അവരുടെ കുതിരകളുടെ കുളമ്പ് തീക്കല്ല് പോലെയും അവരുടെ രഥചക്രം ചുഴലിക്കാറ്റ് പോലെ തോന്നും. അവരുടെ ഗർജനം സിംഹത്തിൻ്റേത് പോലെ ഇരിക്കും. അവർ ബാലസിംഹങ്ങളെപ്പോലെ ഗർജിക്കും. അവർ അലറി ഇരപിടിച്ച് കൊണ്ടുപോകും, ആരും വിടുവിക്കുകയുമില്ല. അന്നാളിൽ അവർ കടലിൻ്റെ അലർച്ച പോലെ അവരുടെ നേരെ അലറും. ദേശത്ത് നോക്കിയാൽ ഇതാ അന്ധകാരവും കഷ്ടതയും തന്നെ. അതിൻ്റെ മേഘങ്ങളിൽ വെളിച്ചം ഇരുണ്ടുപോകും.